മകള് ദിയ കൃഷ്ണയുടെ സ്ഥാപനമായ OBOC-യുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക തട്ടിപ്പ് വളരെ വ്യാപ്തിയുള്ള സംഭവമാണെന്ന് നടനും BJP നേതാവുമായ കൃഷ്ണകുമാര്. പരാതിക്കാരായ തങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു. വാർത്ത പുറത്തുവന്ന ആദ്യ മണിക്കൂറുകളില് താനും മകളും കുടുംബവും സമൂഹത്തിന് മുന്നില് വെറും കള്ളന്മാരായിപ്പോയെന്നും കൃഷ്ണകുമാര് പറഞ്ഞു. നിലവിലെ അവസ്ഥയില് അന്വേഷണം വളരെ തൃപ്തികരമാണെന്നും കൃഷ്ണകുമാര് കൂട്ടിച്ചേർത്തു. കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായി ചുമത്തപ്പെട്ട തട്ടിക്കൊണ്ടുപോകല് കേസുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങള് പുറത്തുവന്നതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തില് സംസാരിക്കുകയായിരുന്നു നടന്. ഞങ്ങള് കള്ളം പറയുകയായിരുന്നെങ്കിൽ ഞാനും ദിയയും എവിടെയോ ഇരിക്കുന്ന ആഹാനയും പറയുന്നത് തമ്മില് പൊരുത്തക്കേടുണ്ടായേനെ. ഒരു സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിച്ചു കൊണ്ടുപോയെന്ന വഞ്ചനാകേസാണിത്. ഞങ്ങളുടെ QR കോഡ് വെച്ച് പണമെടുക്കാൻ ദിയ പറഞ്ഞിരിക്കുന്നു എന്നാണ് അവർ തന്നെ പല മാധ്യമങ്ങളിലും പറഞ്ഞത്. തുക സ്വീകരിച്ച ശേഷം ദിയയ്ക്ക് അത് പണമായി നൽകിയെന്നും അവര് പറയുന്നു. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പണം വന്നതും പിൻവലിച്ചതും തമ്മിൽ ഒത്തുനോക്കിയാല് പ്രശ്നം തീരും. പണം പിൻവലിക്കാതെ മറ്റാരുടെയെങ്കിലും അക്കൗണ്ടിലേക്കാണ് മാറ്റിയതെങ്കിൽ അവരെ ചോദ്യം ചെയ്താൽ എല്ലാ വിവരവും കിട്ടും. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്നതാണിത്. പകരം പരാതിക്കാരായി ഞങ്ങൾക്കെതിരെ കേസെടുത്തു. വളരെയധികം വ്യാപ്തിയുള്ള സംഭവമാണ് നടന്നിരിക്കുന്നത്. നമുക്ക് ഏകദേശം കാര്യം പിടികിട്ടി തുടങ്ങി. 69 ലക്ഷം രൂപയോളം നഷ്ടമായെന്നാണ് പ്രാഥമികമായി കാണുന്നത്. സ്റ്റോക്ക് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. പ്രീമിയം കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് ബന്ധപ്പെട്ട് വിലക്കുറവ് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായും കാണുന്നു. ആരെങ്കിലും തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് നൽകണമെന്ന് ദിയ ആവശ്യപ്പെട്ടിരുന്നു. 1000-ഓളം പേരാണ് ഇതിന് പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ അന്വേഷണം വളരെ തൃപ്തികരമായി പോകുന്നു. പോലീസ് മൊഴിയെടുക്കാൻ പോയപ്പോൾ യുവതികൾ ഒളിവിലാണെന്നാണ് അറിഞ്ഞത്. അവരാരും ഇവിടെയില്ല. അതിനർത്ഥം അവര് പറഞ്ഞത് മുഴുവന് കള്ളമാണെന്നും അവർക്ക് ആരെയും അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുകയാണെന്നുമാണ്. അവര് വക്കീലിനെ കാണാൻ പോയിരിക്കുകയാണെന്ന് അറിയുന്നു. അർദ്ധരാത്രി ഏത് വക്കീലിനെ കാണാൻ പോയി എന്നറിയില്ല. ടാക്സ് അടയ്ക്കാതിരുന്നാൽ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? നോട്ടീസ് കിട്ടും. ടാക്സ് അടച്ച രേഖകൾ ഉൾപ്പെടെയാവും കേസ് കോടതിയിൽ എത്തിയാല് ഞങ്ങൾ പോവുക. ആദ്യ ഏതാനും മണിക്കൂറുകളിൽ ഞാനും എന്റെ മകളും കുടുംബവും വെറും കള്ളന്മാരായി പോയി സമൂഹത്തിന് മുന്നിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം. ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ വിരോധം വെച്ച് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. കുടുംബത്തെ വലിച്ചിഴക്കാതിരിക്കുക. തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഇയാളെ എന്തെങ്കിലും ചെയ്യാം എന്നൊരു തോന്നലുണ്ടെങ്കിൽ മത്സരിക്കാൻ ഒരിക്കലും താല്പര്യം കാണിക്കാത്ത വ്യക്തിയാണ് കൃഷ്ണകുമാര്. കുടുംബത്തെ വലിച്ചിഴച്ച് ദ്രോഹിക്കരുതെന്ന് വളരെ താഴ്മയായി പറയുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയക്കാര് ഏതു പാർട്ടി എന്നൊന്നും പറയുന്നില്ല. ശത്രുത വെക്കുന്ന ഒരാളല്ല ഞാൻ. വിഷയം കടുത്തപ്പോൾ ഞാൻ നേരെ പോയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. എന്റെ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയക്കാരെയും ഞാൻ ഇതിൽ വലിച്ചിഴച്ചിട്ടില്ല. BJP-യിൽ നിന്ന് ആളുകൾ വിളിച്ചപ്പോൾ ഇടപെടേണ്ട ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കരുത് എന്നാണ് പറഞ്ഞത്. ഞാൻ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാവർക്കും രാഷ്ട്രീയ മോഹങ്ങളുണ്ട്. ഞാൻ ഒരു പാർട്ടിക്കും ആർക്കും നേരെയും വിരൽ ചൂണ്ടിയിട്ടില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നുമില്ല. സ്വന്തം പാർട്ടിയിൽ നിന്നാവാം, പുറത്തു നിന്നാവാം. എല്ലാ പാർട്ടികളിലും അതിനകത്ത് നടക്കുന്ന സംഘർഷങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതു പാർട്ടിയിൽ നിന്നാണെങ്കിലും എന്നെ ടാർഗറ്റ് ചെയ്യാം. പക്ഷേ കുടുംബത്തെ വലിച്ചിഴക്കാതിരിക്കുക. ജാതിക്കാരും മറ്റു കാര്യങ്ങളും ഇറക്കാതിരിക്കുക. ജാതിയൊന്നും ഞങ്ങളുടെ കുടുംബത്തില് ഒരു വിഷയമല്ലാത്തവരാണ്. ഞാനും ഭാര്യയും 2 ജാതി, മകള് വേറെ ജാതി. ഭാര്യയുടെ സഹോദരി വിവാഹം കഴിച്ചിരിക്കുന്നത് മറ്റൊരു സമുദായത്തിൽ നിന്നാണ്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല. തെളിവില്ലാതെ ആരെക്കുറിച്ചും ഒരു ആരോപണവും ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അവർക്ക് പിന്നിൽ ആരോ ഉണ്ട്. കുട്ടികളുടെ കഷ്ടകാലത്തിനാണ് അവർ വന്നുപെട്ടിരിക്കുന്നത്. നിയമത്തിന്റെ യാതൊരു വശവും അറിയാത്ത, പൊട്ടബുദ്ധിയുള്ള, ഡിഗ്രി പോലുമില്ലാത്ത വക്കീലാണ് ഇവർക്ക് ഇതൊക്കെ പറഞ്ഞുകൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ പെടില്ലായിരുന്നു. അവര് കാണിച്ച പ്രവൃത്തിക്ക് ഇനി അവരുടെ ജീവിതം ദുസ്സഹമായി പോകും. ഞാൻ എപ്പോഴെങ്കിലും കുട്ടികളെ ഇങ്ങനെ കാണിച്ചു, ഇത്തരമൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. കുട്ടികളെ തുറന്നുകാട്ടി കഴിഞ്ഞാല് എന്റെ മക്കൾക്കുണ്ടാവുന്ന ക്ഷീണം പോലെ അവരുടെ മാതാപിതാക്കളെ എന്തുമാത്രം അനുഭവിക്കും. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടി. ഇതിനേക്കാൾ അവര് ബുദ്ധിമുട്ടുമായിരുന്നു. അവരായിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇനി അവർക്ക് നിൽക്കക്കളിയില്ല.